നമ്മൾ തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് കാണുന്നത്. പേരൂർക്കടയിൽ ഏതാണ്ട് ഒരു വലിയ ഒരു ജനസമുദ്രം അവിടെ രൂപപ്പെട്ടു വരികയാണ്. വിവിധ ഡിവിഷനുകളിൽ നിന്ന് ചെറിയ ചെറിയ പദയാത്രകളും വാഹനയാത്രകളുമായൊക്കെ എത്തിയ പ്രവർത്തകർ, അത് LDFിന്റെയും UDFിന്റെയും BJPയുടെയും NDAയും ഒക്കെ പ്രവർത്തകർ ചെറു യാത്രകളായി വാഹനയാത്രകളൊക്കെയായി എത്തി പേരൂർക്കടയിൽ ഒരു വലിയ സമുദ്രം തീർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് തൃപ്പൂണിത്തറയിലെ ദൃശ്യങ്ങളുണ്ട്, പേരൂർക്കടയിലെ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി 3 കോർപ്പറേഷനുകൾ എണ്ണം പറഞ്ഞ് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഈ 3 കോർപ്പറേഷനുകളെ, പ്രത്യേകിച്ച് തിരുവനന്തപുരവും കൊച്ചിയും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതൊരു സെമി ഫൈനൽ അല്ല, ഫൈനൽ പോലെ എന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രചാരണ വിഷയങ്ങൾ എന്നതും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. അത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ രാജ്യാന്തര വിഷയങ്ങൾ പോലും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ചർച്ചയായ ദിവസങ്ങൾ നമ്മൾ കടന്നു പോവുകയും ചെയ്തു. ഈ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ എന്താണ് ഈ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പൊതു രാഷ്ട്രീയ ചിത്രം? തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പതിവിലേറെ വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. കേരളത്തിൽ സമീപകാലങ്ങളിലെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ ഉയരുന്ന വിഷയങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ കൂടി സ്വാധീനിക്കുന്നതാകും. ഇതൊരു ദിശാസൂചികയായി മാറുമെന്ന ആത്മവിശ്വാസമാണ് പൊതുവിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ കേരളത്തിൽ അലയടിച്ച പൊതുപ്രചാരണ വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. മറ്റൊന്ന് UDFിനെ പ്രതിരോധത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമായി മാറി എന്നതാണ് LDFിന് പ്രതിരോധമായി മാറിയത്. അക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വന്നത് UDF ആയിരുന്നു. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് CPIഎമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരാൻ, അതായത് 2021 തിരിച്ചടി മറികടന്ന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് വരിക എന്നതായിരുന്നു UDF ലക്ഷ്യമിട്ടത്. എന്നാൽ വികസന ക്ഷേമ നേട്ടങ്ങൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികൾ കൂടി ആളിക്കത്തിച്ചുകൊണ്ട് LDF UDFിന് കൃത്യമായ മറുപടി പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. BJP ആകട്ടെ മാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിന് തങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സമയവും പറഞ്ഞത്. ഈ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിയൂ, മോദി നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് കഴിയൂ എന്നായിരുന്നു BJP ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനവിധി എന്നത് ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ജനവിധിയായി ഇത് മാറും എന്നതാണ്. തിരുവനന്തപുരം നഗരസഭ എടുത്താൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ശക്തമായ ത്രികോണ മത്സരമാണ്. 101 വാർഡുകളുള്ള ഈ കോർപ്പറേഷൻ 95 മുതൽ LDF CPIഎമ്മാണ് ഭരിക്കുന്നത്. ആ ഭരണക്കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് BJPയുടെ കൊടി തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന ജില്ലയിൽ നാട്ടുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നയിക്കുന്ന പ്രചാരണമാണ് BJP കോർപ്പറേഷൻ പിടിക്കാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വാശിയേറിയ ഒരു പോരാട്ട ചൂടിലാണ് തിരുവനന്തപുരം. UDF ആകട്ടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തിരിച്ചടി മറന്ന് ഇത്തവണ ശബരിനാഥനെ പോലെ ഒരു പൊതുസ്വീകാരനായ വ്യക്തിയെ രംഗത്തിറക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന പരിശ്രമത്തിലാണ്. പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് K മുരളീധരനാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFിനെയും നയിക്കുന്നത്. അങ്ങനെ ഏറ്റവും വാശിയേറിയ ഒരു മത്സരത്തിനാണ് തിരുവനന്തപുരം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.